എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു പ്രസിഡന്റ് ആയിരിക്കും ഞാൻ. ജനങ്ങളെ കേൾക്കുന്നവളായും ആവശ്യമുള്ളപ്പോൾ അവർക്കായി സംസാരിക്കുന്നവളായും നിലകൊള്ളും. അയർലൻഡിന്റെ 10ാമത് പ്രസിഡന്റായി ചരിത്ര വിജയം കുറിച്ചിരിക്കുകയാണ് ഒരു ഇടതുപക്ഷക്കാരി. എതിരാളിയായ ഭരണകക്ഷി സ്ഥാനാർത്ഥി നേടിയ വോട്ടുകളുടെ ഇരട്ടിയിലധികം നേടിയാണ് 68-കാരിയായ മുൻ അഭിഭാഷകയും ഗോൾവേ സ്വദേശിയുമായ കാതറിൻ കൊണോലി വിജയിയായത്. ഗസയിലെ യുദ്ധത്തിനെതിരെ ശബ്ദമുയർത്തിയ ജനപ്രിയനായ പ്രസിഡന്റ് മൈക്കിൾ ഡി ഹിഗിന്റെ പിൻഗാമിയായാണ് കൊണോലി ചുമതലയേൽക്കുക. ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങളെ കൊണോലി കടുത്ത ഭാഷയിൽ വിമർശിച്ചിരുന്നു. യുക്രൈനിൽ റഷ്യ അധിനിവേശത്തെ തുടർന്ന് വളർന്നുവരുന്ന യൂറോപ്യൻ യൂണിയന്റെ സൈനിക വൽക്കരണത്തെയും അവർ ആവർത്തിച്ചു വിമർശിച്ചു. കുടിയേറ്റ വിരുദ്ധതയ്ക്കെതിരായും ശക്തമായി നിലകൊണ്ടു. തനിക്ക് ശരിയെന്ന് തോന്നുന്നതിനു വേണ്ടി നിലകൊള്ളാൻ അവർ ഒരിക്കലും മടിച്ചില്ല. ഗാൽവേ സൗത്തിൽ നിന്നുള്ള പാർലമെന്റ് അംഗമായിരുന്നു കാതറിൻ. നേരത്തെ ലേബർ പാർട്ടി പ്രതിനിധിയായി ഗാൽവേ മേയറായും സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. ചരിത്രത്തിൽ ആദ്യമായി അയർലൻഡിലെ ഇടതുപക്ഷ കക്ഷികൾ ഒരുമിച്ച് പിന്തുണ നൽകിയ സ്ഥാനാർത്ഥി കൂടിയാണ് കാതറിൻ. പോൾ ചെയ്ത വോട്ടുകളുടെ 63% വോട്ട് നേടിയാണ് അവർ തെരഞ്ഞെടുക്കപ്പെട്ടത്. എതിരാളിയായ ഹെദർ ഹംഫ്രിക്ക് ലഭിച്ചത് 23% വോട്ടുകൾ മാത്രമാണ്. 1999 തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുമ്പോൾ 2 കുട്ടികളുടെ അമ്മയായിരുന്നു അവർ. കൊണോലി ഗാൽവേയിൽ 17 വർഷം കൗൺസിലറായി സേവനം അനുഷ്ഠിച്ചു. അതിൽ തന്റെ ജന്മനഗരത്തിന്റെ മേയറായി 1 വർഷത്തെ കാലാവധിയും ഉൾപ്പെടുന്നു. എങ്കിലും 2007 പൊതു തെരഞ്ഞെടുപ്പിൽ ഹിഗിൻസിനൊപ്പം മത്സരിക്കാനുള്ള തന്റെ ശ്രമത്തെ പിന്തുണയ്ക്കാത്തതിന് ലേബർ പാർട്ടിയുമായുള്ള തർക്കത്തെ തുടർന്ന് അവർ പാർട്ടി വിട്ടു. സ്വതന്ത്രയായി മത്സരിച്ച അവർ ഡെയിലിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടാൻ 2 തവണ പരാജയപ്പെട്ടു. ഒടുവിൽ 2016 ഒരു സീറ്റ് നേടി. 2020 ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം നേടിയപ്പോൾ പാർലമെന്റിലെ ചർച്ചകൾക്ക് നേതൃത്വം നൽകാൻ തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ വനിതയായി കൊണോലി. നവംബർ 11 സത്യപ്രതിജ്ഞ ചെയ്ത് കാതറിൻ കൊണോലി അധികാരമേൽക്കും.